ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മൾ റിയൽമി GT2 അൺബോക്സിംഗ് ഫസ്റ്റ് റിവ്യൂ ആൻഡ് ഈ സെഗ്മെൻറ്റ് ബെസ്റ്റ് ആയിട്ടുള്ള iQOO 9 AC ആയിട്ടുള്ള കമ്പാരിസണാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ ഇരിക്കുന്ന വരുന്നത് നമ്മുടെ 8GB 128GB പേപ്പർ വൈറ്റ് കളറാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിംഗ് എടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് പീൽ ഓഫ് ചെയ്ത് തരാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ കൂടെ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ റിയൽമി GT2 പേപ്പർ വൈറ്റ് കളർ. ഓക്കെ, സോ നമ്മുടെ റിയൽമിൻ്റെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് അതിനകത്ത് നമ്മുടെ സിം ഇജക്ടർ ടൂള്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, പിന്നെ സേഫ്റ്റി ഗൈഡാണുള്ളത്. സോ ലെറ്റ്സ് കീപ് എ സൈഡ്. ആൻഡ് ദെൻ നമ്മുടെ ഫോൺ അത് നമുക്ക് സൈഡ് വയ്ക്കാം. ബോക്സിലൊക്കെ ഇട്ട് നോക്കാം. സോ ഒരു കേസ് കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈപ്പ് കേസാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ചാർജർ, ഓക്കെ, 65 വാട്ടാണ് നമുക്ക് ചാർജർ വരുന്നത്. സൂപ്പർ ഡാർക്ക് ചാർജാണ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മുടെ ഡേറ്റ കേബിൾസ്. ഓക്കെ, സോ കീപ് എവറിത്തിങ് aside ആൻഡ് ഡയറക്ട്ലി ഗോ ടു ദ ഫോൺ. സോ നമ്മുടെ GT2 പേപ്പർ വൈറ്റ് കളർ. ഓക്കെ, സോ ഗൈസ് നമ്മൾ എക്സാക്ട്ലി നമ്മുടെ GT2 Pro വരുന്ന സെയിം നമ്മുടെ ബയോ പോളിമർ ആയിട്ടുള്ള ബാക്ക് ഫിനിഷാണ് വരുന്നത് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സോ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഇതിൻ്റെ ബാക്കിൽ. ഓക്കെ, സോ നമുക്കിവിടെ റിയൽമിയുടെ ആ ഒരു ഡിസൈനറുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ 50 MB OIS മെട്രിക്സ് ക്യാമറ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഇനിഷ്യൽ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല, ഇൻ ഹാൻഡ് ഫീൽ കുഴപ്പമില്ല. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ ഗ്ലാസ് ബാക്ക് അല്ല, അത് കാരണം നമുക്കൊരു പ്രീമിയം ഫിനിഷ് കിട്ടുന്നത്. മീൻസ് ഞാൻ ഇപ്പോൾ GT2 Pro ആയാലും എനിക്ക് ആ പ്രീമിയം ഇൻ ഹാൻഡ് ഫീൽ കിട്ടുന്നത്. മീൻസ് ഈ ഒരു പ്ലാസ്റ്റിക് ഇമ്പാക്റ്റാണ് കൈ കിട്ടുന്നത്. സോ അതിൻ്റെ പ്രശ്നം. ബട്ട് ഇതിൻ്റെ ഒരു സ്റ്റീൽ ബ്ലാക്ക് കൊണ്ട് കളറാണ്, അതാണ് നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് കിട്ടും വരുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ തിക്നെസ് നോക്കുവാണെങ്കിൽ ഒരു 8.6 mm ആണ് തിക്നെസ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ 195 ഗ്രാമാണ് നമുക്ക് ഈ പേപ്പർ വൈറ്റ് പേപ്പർ ഗ്രീൻ്റെ. പിന്നെ നമുക്ക് ഗ്ലാസ് ബാക്ക് വരികയാണ് 200 grams അടുത്ത് വരും. ഓക്കെ, സോ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊട്ടക്ഷൻ കോണിഗോറ 5 പ്രൊട്ടക്ഷൻ. നമുക്കിപ്പോൾ നമ്മുടെ iQOO 9 SE നോക്കുവാണെങ്കിൽ അത് പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടില്ല, ഒരു പാൻഡ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് iQOO 9 SE വരിക. സോ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല കോണിഗോറ 5 പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് എ നൈസ് തിങ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോൺ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ ഗൈസ് നമ്മുടെ റിയൽമി GT2 ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ് ഇതാണ് നമ്മുടെ റിയൽമി GT2 വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.62 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വരിക. സോ 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. നല്ല സ്മൂത്താണ് കേട്ടോ. നമുക്ക് സെറ്റിങ്സ്, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, അവിടെ നമുക്ക് നമ്മുടെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഓട്ടോ സെലക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ആയിട്ട് റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഹൈ ആണ്, നമുക്ക് എപ്പോഴും ഹൈ ആണെങ്കിൽ 120 Hz വേണമെങ്കിൽ ഹൈയിൽ ഇടുക. പിന്നെ മാത്രമല്ല കുറച്ച് ഓപ്ഷൻസ് എക്സ്ട്രാ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇമേജ് ഷാർപ്പനർ എന്നുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് കുറച്ചും കൂടെ ഡൈനാമിക് റേഞ്ച് കൂട്ടി, ദാറ്റ് മീൻസ് കുറച്ചും കൂടെ വൈബ്രൻ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഇമേജ് ഷാർപ്പനർ കിട്ടുക. അതായത് വീഡിയോ കളർ എൻഹാൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് SDR സ്റ്റാൻഡേർഡ് ഡൈനാമിക് കണ്ടൻറ്റിനെ ഹൈ ഡൈനാമിക് കണ്ടൻറ്റാക്കി മാറ്റാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ആ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ മോഷൻ എൻഹാൻസ്മെൻറ്റ്, ദാറ്റ് മീൻസ് MEMC ഉപയോഗിച്ച് മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കമ്പൻസേഷൻ, അതിൻ്റെ ഫുൾ ഫോം. അത് ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ എക്സ്ട്രാ ഫ്രെയിംസ് ആയിട്ട് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാനുള്ള സംഭവമാണ്. ഈ സെയിം സംഭവം നമുക്ക് iQOO 9 SE ഗെയിമിങ്ങിലാണ് വരുന്നത്. അതായത് ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് എന്നിട്ടൊരു ചിപ്പാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് ഈ MEMCയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഇമേജ് ഷാർപ്പനർ, അതായത് SDR to HDR എന്നുള്ള ഈ രണ്ട് ഓപ്ഷൻസും അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഗെയിമിങ്ങിൽ കൊണ്ടുവരും. ഇത് നമ്മുടെ ഡിസ്പ്ലേക്ക് അതാണ് വരിക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ കൊടുക്കാം. സോ ഗൈസ് നമ്മുടെ GT2 ഡിസ്പ്ലേ. സോ ഞാൻ ബ്രൈറ്റ്നസ് ഇച്ചിരി കൂട്ടാം, ഫുള്ളാക്കാം. മാക്സിമം ബ്രൈറ്റ്നസ്സിന് ഇപ്പോൾ നിൽക്കണേ കേട്ടോ. സോ 1080x2400 ആണ് ഇതിൻ്റെ ഒരു പിക്സൽസ് വരുന്നത്. 398 ppi ഉണ്ട്. HDR 10+, 1300 nits ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് കേട്ടോ. നല്ല ഷാർപ്പ് ആൻഡ് വൈബ്രൻ്റ് ആണ്, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് ഡിസ്പ്ലേക്ക് കേട്ടോ. പിന്നെ കളേഴ്സൊക്കെ പറഞ്ഞാൽ നല്ല ഷാർപ്പ് ആൻഡ് വൈബ്രൻ്റ് ആണ്. ഒരു കംപ്ലയിൻറ്റോ ഇഷ്യൂസോ പറയേണ്ട ഒന്നുമില്ല. എല്ലാം നല്ല ഗ്രീനൊക്കെ ആണെങ്കിൽ നല്ല ഷാർപ്പ് ആൻഡ് പഞ്ചി. സോ ഒന്നും പറയേണ്ട ആവശ്യമില്ല, പക്ക ഡിസ്പ്ലേ ഏരിയൻ്റെ പക്കയാണ്. ഈ സെയിം സംഭവം തന്നെ iQOO 9 SEക്ക് അത് വരിക. സെയിം AMOLED ഡിസ്പ്ലേ HDR+, അത് 1200 nits, ഇത് 1300 nits. പിന്നെ അതും 6.62 ഇഞ്ച് ഫുൾ HD 390 സെയിം PPIയും കാര്യങ്ങളൊക്കെയാണ് വരിക. സോ ഡിസ്പ്ലേയിൽ iQOO 9 SEയും GT2 ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, സോ ഡിസ്പ്ലേ പെർഫെക്റ്റ്ലി ഫൈൻ.
സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഓഡിയോയിലേക്ക് പോവാം. സോ ഗൈസ് നമ്മുടെ GT2ൻ്റെ ഓഡിയോ ഓക്കെ. സോ ഗൈസ് അത്യാവശ്യം നല്ല രീതിയിലൊരു നല്ലൊരു ക്രിസ്പിനെസ് ഉള്ള സൗണ്ട്, സ്റ്റീരിയോ എഫക്റ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും ഒരു ഓക്കെ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സ്പീക്കേഴ്സ് തന്നെയാണ്. അത് മാത്രമല്ല ഈ ഡോൾബി അറ്റ്മോസിൻ്റെ ഹൈറസിങ്ങനെ നല്ലൊരു ക്രിസ്പി സൗണ്ട് ആട്ടോ. ദാറ്റ് മീൻസ് ആ ഒരു എന്താ പറയുക ക്ലിങ് പോലത്തെ ഒരു ക്രിസ്പി സൗണ്ട് കിട്ടുന്നുണ്ട്. സോ അതുവൈസ് ദാറ്റ് മീൻസ് ഡിസ്പ്ലേ ആൻഡ് സ്പീക്കേഴ്സ് ഇറ്റ്സ് ആൻ എസ് ഫ്രം മീ. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ലൊരു ഒരു എക്സാക്ട് ലീനിയർ മോഡാണ്. ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ലതാണ്. ഓക്കെ. സോ ഡിസ്പ്ലേ ഏരിയ പക്ക, അതേപോലെ തന്നെ നമ്മുടെ ഓഡിയോയും പക്കയാണ്. നമുക്കിനി നെക്സ്റ്റ് പ്രൊസസ്സറിലേക്ക് വരാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് സ്നാപ്ഡ്രാഗൺ 888 ആണ്, 5 nm Adreno 660, LPDDR5, UFS 3.1, 2 സ്റ്റോറേജ് 828, 12256. ഇത് തന്നെയാണ് നമുക്ക് മറ്റേതിനകത്ത് വരിക, നമ്മുടെ IQ 9SE വരിക. പിന്നെ കളർ വേരിയൻസ് നോക്കുവാണെങ്കിൽ അത് പേപ്പർ വൈറ്റ്, പേപ്പർ ഗ്രീന്, സ്റ്റീൽ ബ്ലാക്ക്. ഈ സ്റ്റീൽ ബ്ലാക്ക് ആണ് നമുക്ക് ഗ്ലാസ് ബാക്ക് വരുന്നത്. ഇനി IQ 9SE നോക്കുവാണെങ്കിൽ ഒരു സ്പേസ് ഫ്യൂഷനും ഒരു സൺസെറ്റ് സിയറ എന്ന് പറഞ്ഞിട്ട് ഒരു സോർട്ട് ഓഫ് ഒരു ബ്ലൂ കളറും കൂടെയാണ് നമുക്ക് വരിക. ബ്ലാക്ക് ആണ് നമ്മുടെ സ്പേസ് ഫ്യൂഷൻ. സോ ഇറ്റ്സ് പേഴ്സണൽ പ്രിഫറൻസ് ആണ് വരിക രണ്ടും കൂടെ തമ്മിൽ നോക്കുവാണെങ്കിൽ. ഇനി അഡ്വാൻറ്റേജസ്, ഇനി ഗെയിമിങ്ങിട്ട് വരുവാണെങ്കിൽ ഇത് മാത്രമല്ല ഗെയിമിങ്ങിന് അഡ്വാൻറ്റേജ്. ഞാൻ പറഞ്ഞ പോലെ ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഗെയിമിങ്ങിന് വേണ്ടി മാത്രം IQ 9SEയിൽ ഒരു ചിപ്പ് ഉണ്ട്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഫ്രെയിംസ് ആഡ് ചെയ്യും, MEMC വഴി എക്സ്ട്രാ ഫ്രെയിംസ് ആഡ് ചെയ്യും, കുറച്ചും കൂടെ സ്മൂത്തർ ഗെയിംസ്. എല്ലാ ഗെയിംസിലും ചില ഗെയിംസിൽ മാത്രം കുറച്ചും കൂടെ സ്മൂത്തർ ആയിട്ടുള്ള ആനിമേഷൻസും കാര്യങ്ങളും വരും. ആ സംഭവം തന്നെ ഇതിന് ഡിസ്പ്ലേക്കകത്തുണ്ട്. അതാണ് ഞാൻ സെറ്റിങ്സിൽ കാണിച്ചത്. ഈ സംഭവം വീഡിയോ മോഷൻ ഹാൻസർ, ഇതാണ് MEMCയുടെ ശരിക്കും. അത് ഈ സംഭവം അതിന് ഗെയിമിങ്ങിൽ കിട്ടുക, എല്ലാ ഗെയിംസിലും സപ്പോർട്ട് ഗെയിംസ്. അതേപോലെ തന്നെ SDR to HDR എന്നുള്ള സംഭവം കൊണ്ട് നമ്മുടെ നോർമൽ ഡൈനാമിക് കണ്ടന്റിനെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ഇച്ചിരി കളേഴ്സ് കൂട്ടാനും ഇച്ചിരി വൈബ്രൻസി കൂട്ടാനും ഇച്ചിരി ബ്രൈറ്റ്നസ് ഒക്കെ ഇച്ചിരി കൂട്ടാനും അങ്ങനത്തെ സംഭവം ഇത് രണ്ടും ഗെയിമിങ്ങിൽ കിട്ടും. സോ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും നമ്മുടെ IQ 9SEയിലെ ഗെയിമിങ്. പ്ലസ് 4D ഗെയിം, അതായത് നമ്മളിപ്പോൾ PUBGയിൽ സപ്പോസ് നമ്മളിപ്പോൾ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വൈബ്രേഷൻ കിട്ടും. ദാറ്റ് മീൻസ് അതിനകത്ത് യൂസ് ചെയ്യുന്ന Z ആക്സിസ് 4D ഗെയിം വൈബ്രേഷനുള്ള Z ആക്സിസ് ലീനിയർ മോഡാണ്. സോ ഗെയിമിങ്ങിന് കുറച്ചും കൂടെ ഇമ്മേഴ്സീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടും 1000 Hz, ഇതും 1000 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സൗണ്ടിങ് ആയിട്ടാണ് വരിക. അതും സെയിം തന്നെ. പിന്നെ രണ്ടിനും വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ് വരിക. മറ്റേതിനകത്ത് നമ്മുടെ ഇതിനകത്ത് നമുക്ക് സ്റ്റീലിൻ്റെ വേപ്പർ ചേമ്പർ കൂളിംഗ് ആണ്. അതിനകത്ത് നമുക്ക് നോർമൽ ഒരു ഫുൾ കവറേജ് വേപ്പർ ചേമ്പർ IQ 9SEയിലാണ്. സോ ഡെഡിക്കേറ്റഡ് ഭയങ്കര പ്രിസൈസ് ഡെഡിക്കേറ്റഡ് ഗെയിമേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ കുറച്ചും കൂടെ ഭയങ്കര ഒരു ലൈറ്റായിട്ട് ഈ രണ്ട് അഡ്വാൻറ്റേജ്. പക്ഷേ എല്ലാ ഗെയിമിലും സപ്പോർട്ട്സ് ഒരു 5% ഞാൻ IQ 9SEക്ക് ഗെയിമേഴ്സ് ആണെങ്കിൽ വിൻ കൊടുക്കും. സോ ഗൈസ് നമ്മുടെ Realme GT2ൻ്റെ ക്യാമറ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ക്യാമറ സ്പെക്ക് പറഞ്ഞതിന് മുമ്പ് ഞാൻ 2 സാമ്പിൾസ് കാണിച്ചു തരാം. സോ ആക്ച്വലി ഒറ്റ ഗ്ലാൻസ് കൊണ്ട് ഐ എം റിയലി ഇംപ്രസ് ഓഫ് ദ ക്യാമറാസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ച് പിക്സ് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ഹെൽമെറ്റിൻ്റെ പിക്കാണ്. അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊരു മാക്രോ ഷോട്ടാണ്. ഇതൊരു നോർമൽ ഉണ്ട്. ഇത് നമ്മുടെ HDR എടുത്താണ്. അതിൻ്റെ സ്കൈയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ചും കളേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഓക്കെ, ഇത് നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണ്. ഉഗ്രൻ വീഡിയോ സ്റ്റെബിലൈസേഷൻ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നല്ല രീതിയിൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിയിട്ടാണ് എനിക്ക് ഈ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഞാൻ ഓടുന്നത്. സോ ഇതിന് സോണി IMX766 ആണ് വരുന്നത് വിത്ത് OIS ആയിട്ട്. സോ നല്ല സ്റ്റെബിലൈസേഷനുള്ളൊരു റിയർ ക്യാമറയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കുറച്ചും കൂടെ സാമ്പിൾ ഷോട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. ഇതാണ് മാക്സിമം റെസൊല്യൂഷൻ മോഡിൽ എടുത്തൊരു പിക്കാണ്. കണ്ടോ, ഇത് നമ്മുടെ ഒരു പോർട്രേറ്റ് മോഡാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഡെപ്ത് എഫക്റ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൂവൊക്കെ ആയാലും നല്ല ഡീറ്റെയിലിങ്, നല്ല ഓവർ സാച്ചുറേറ്റഡ് ഒന്നും ആയിട്ടില്ല. നല്ല പക്ക സാച്ചുറേഷനും കളേഴ്സൊക്കെ അത്യാവശ്യം കൊള്ളാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് എഫക്റ്റും അത്യാവശ്യം ഒരു സ്മൂത്തനിങ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു സ്മൂത്തനിങ് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് എനിക്ക് ചെറുതായിട്ടൊരു കോൺട്രാസ്റ്റഡ് ഇഷ്യൂ ഫീൽ ചെയ്യും. എന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. എൻ്റെ വാച്ചിൻ്റെ പിക്കാണ്.
അതും കുഴപ്പമില്ല. ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് വേറൊരു പിക്കാണ്, അത്യാവശ്യം ഉണ്ട്, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അതൊരു പോർട്രേറ്റ് ഫോട്ടോ തന്നെയാണ്, പക്ഷേ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ആൻഡ് അനദർ വൺ ഉണ്ട്, അത്യാവശ്യം ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഹുണ്ടായുടെ ലോഗോസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. നമുക്ക് ഇത്രത്തോളം ക്ലോസ് ടു സബ്ജക്റ്റ് പോകാൻ പറ്റുന്നുണ്ട്. സോ നൈസ് ആണോ, അത്യാവശ്യം നല്ല ഓൾമോസ്റ്റ് റിയൽ ലൈക്ക് കളേഴ്സും ചെറിയൊരു പൊടി ഒരു അവരുടെ രീതിയിലുള്ള ഒരു AI വെച്ചിട്ട് ചെറിയൊരു കളർ എൻഹാൻസ്മെൻറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആൻഡ് ഇത് 20x ഫോട്ടോസ് പക്ക ഓയിലിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ക ഓയിലിയാണ്. 20x ഞാൻ നമ്മുടെ സൂം ചെയ്തെടുത്ത ഒരു പിക്കാണിത്. അത് അനദർ ഷോട്ട്, നമ്മുടെ ഒരു അൾട്രാവൈഡിൽ എടുത്തൊരു ഷോട്ടാണ്. ഇതാണ് അൾട്രാവൈഡാണ്. ഇത് വേറൊരു പിക്ക്, അതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല. ഡയറക്റ്റ് സൺലൈറ്റിൽ വരുമ്പോൾ ഇച്ചിരി ലൈറ്റ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് ഡയറക്റ്റ്ലി വിസിബിൾ ചെയ്യുമ്പോൾ ഇച്ചിരി സ്ട്രഗിൾ, എന്നാലും കുഴപ്പമില്ല കമ്പാരിറ്റീവ്ലി. ഓക്കെ, സോ ഫ്രണ്ട് ക്യാമറ നല്ലതാണ്. സോ ഓവറോൾ എനിക്ക് ഇതിൻ്റെ ക്യാമറ ശരിക്കും ഇഷ്ടപ്പെട്ടു. ദാറ്റ് മീൻസ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ആയാലും മോഡ്സ് ആയാലും ഇഷ്ടംപോലെ മോഡ്സ് ഉണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ഉണ്ടോ നൈറ്റ് മോഡ്, ഈ മോഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ GT2 Proയിൽ നമുക്ക് വന്ന സെയിം മോഡ്സ് ഉണ്ട്. പ്രോ മോഡ്, AI വിത്ത് പ്രോ മോഡ്, ആൻഡ് നൈറ്റ് മോഡ്, സ്ട്രീറ്റ് മോഡ്, വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇവിടെ ഉണ്ടോ 120p 4K റെക്കോർഡിങ് എല്ലാം കാര്യങ്ങളും കിട്ടുന്നുണ്ട് വിത്ത് AI റെക്കോർഡിങ്. ഫോട്ടോസിനകത്ത് നമുക്ക് HDR, AI, പോർട്രേറ്റ് മോഡ്, 50 മിനിറ്റ് ഡെഡിക്കേറ്റഡ് മോഡ്, പിന്നെ മോഡിനകത്ത് കുറേ എഫക്ട്സ്. ദാറ്റ് മീൻസ് പ്രോ മോഡ്, അപ്പേച്ചർ, ISO, വൈറ്റ് ബാലൻസ് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോ മോഡ്, പാനോരമിക് മോഡ്, അൾട്രാ മാക്രോ മോഡ്, പിന്നെ ഫിലിം മോഡ്. ഇതിനകത്താണ് നമുക്ക് ഇവിടെയാണ് നമുക്ക് കണ്ടോ എല്ലാം മാനേജ്, ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓണും ഓഫ് ആക്കണമുണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൈസ്. ആൻഡ് ദെൻ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡുവൽ വ്യൂ, ദാറ്റ് മീൻസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ടൈം റെക്കോർഡ് ചെയ്യാൻ ഡുവൽ വ്യൂ വീഡിയോ, പിന്നെ ടെക്സ്റ്റ് ക്യാമറ, പിന്നെ സ്റ്റാറിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡാണ്, പിന്നെ ടിൽ ഷിഫ്റ്റ്. സോ ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക്. ദാറ്റ് മീൻസ് നോർമലി ഞാൻ എന്തെങ്കിലും ബാഡ് പറയാണ്ട്, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഒരു ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ്. Realme GT2 rear camera video stabilization in 3, 2, 1 and go. ഇതിൻ്റെ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. ദാറ്റ്സ് ഇറ്റ്സ് ഓക്കെ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററീസ് 4500 mAh ബാറ്ററി, 65 വാട്ട് ചാർജർ ആണ് നമുക്ക് വിത്തിൻ്റെ ബോക്സ് തന്നെയാണ്. iQOO 9s നോക്കുവാണെങ്കിൽ 4500 mAh ബാറ്ററി വരുന്നുണ്ട്. സോ ഒരു 500 mAh കുറവ് വരുന്നുണ്ട്. അതും 66 വാട്ട് ചാർജർ, ഇത് 65 വാട്ട്. പക്ഷേ ഇതാണ് ഫാസ്റ്റ്, പിന്നെയും ഫാസ്റ്റ്. ഈ 5000 ഉണ്ടായിട്ട് ഇതാണ് കൂടുതൽ പെട്ടെന്ന് ചാർജ് ആവുക. 100 മിനിറ്റ് 100% 33 മിനിറ്റിലാവും. മറ്റേത് iQOO 9s ആണെങ്കിൽ 39 മിനിറ്റ് എടുക്കും 100% ആവാനായിട്ട്. സോ പിന്നെ പ്രൈസിങ് നോക്കാം നമുക്ക്. 128ൻ്റെ 33,990 ആണ് iQOO 9s. ഇത് 34,999 ആണ്. എഫക്റ്റീവായിട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു 5000 രൂപ HDFC ഓഫർ ഉണ്ട്. മറ്റേതൊരു 3000 രൂപ പിന്നെ കൂപ്പൺസും കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് നോക്കിയിട്ട് രണ്ടും ഒരു 30K അറൗണ്ടിൽ കിട്ടും. സോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ യു, നിങ്ങൾക്ക് ഏതാണ്. ഓൾമോസ്റ്റ് എനിക്ക് നോക്കിയിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ എനിക്ക് ലൈറ്റായിട്ട് ഗെയിമേഴ്സായിട്ടൊരു അഡ്വാൻറ്റേജ് തോന്നിയ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ iQOO 9sയുടെ ആ ഒരു ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിൽ ഇതൊരു ആ വിലയ്ക്ക് 29,999 ഒരു ഓവറോൾ നല്ലൊരു പാക്കേജ് ആയിട്ടുള്ള ഫോണാണ് നമ്മുടെ what we call Realme GT2. So guys, that's all for today. Signing off, it's Phone Mania.